നമസ്കാരം. ഡൊമിനിക്കിന്റെ ഡിറ്റക്റ്റീവ് ഏജൻസി പുതുതായി ഒരു ഇന്റേൺ എത്തുന്നു. അല്ല, ആരായി ഡൊമിനിക് എന്നല്ലേ? നമ്മുടെ സൂപ്പർ സ്റ്റാർ മമ്മൂട്ടി. ഇന്റേൺ അല്ലെങ്കിൽ അസിസ്റ്റന്റായി എത്തുന്നത് ഗോകുൽ സുരേഷ് ഗോപി. ഞാനീ പറയുന്നത് ജനുവരി 23-ന് റിലീസാകാൻ പോകുന്ന ഡൊമിനിക് ആൻഡ് ദ ലേഡീസ് പേഴ്സ് എന്ന സിനിമയെക്കുറിച്ചാണ്. ഒരു അസിസ്റ്റന്റ് ആയിട്ടാണ് ചിത്രത്തിൽ ട്രെയിലർ കണ്ടിട്ട് ഗോകുൽ സുരേഷിന്റെ ക്യാരക്ടറിനെ തോന്നുന്നത്. എന്നാൽ വിക്കിപീഡിയ പ്രകാരം മമ്മൂട്ടിയുടെയും ലെനയുടെയും മകനായിട്ടാണ് ഗോകുൽ സുരേഷ് ഗോപി എത്തുന്നതെന്നാണ് റിപ്പോർട്ട്. അലക്സ് ഡൊമിനിക് എന്നാണ് കഥാപാത്രത്തിന്റെ പേര്. ട്രെയിലർ കണ്ടു, എനിക്കിഷ്ടപ്പെട്ടു. ചിത്രത്തിന്റെ ട്രെയിലർ കണ്ടിട്ട് ഒരു കോമഡി മിസ്റ്ററി ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ ആണെന്നാണ് തോന്നുന്നത്. മമ്മൂട്ടിയുടെ ഒരു കോമഡി ടൈപ്പ് പ്ലസ് ഒരു ഇൻവെസ്റ്റിഗേറ്റീവ് ആയിട്ടുള്ള ഒരു കഥാപാത്രം നമുക്കിതിൽ കാണാൻ കഴിയും. എനിക്ക് തോന്നുന്നത് ഈ ഡാഡി കൂൾ സിനിമയിലെ മമ്മൂട്ടിയുടെ ഒരു കഥാപാത്രമില്ലേ, അതായത് കുറച്ചൊരു കൂളായിട്ടുള്ള കോമഡി ആയിട്ടുള്ള എന്നാൽ ഇൻവെസ്റ്റിഗേറ്റീവ് ആയിട്ടുള്ള ഒരു കഥാപാത്രം, അതുപോലെയാണ് ഡൊമിനിക് ആൻഡ് ദ ലേഡീസ് പേഴ്സിന്റെ ട്രെയിലർ കണ്ടിട്ട് തോന്നുന്നത്. കോമ്പിനേഷൻ സീനുകളൊന്നും ഇല്ലായിരുന്നെങ്കിൽ പോലും മാസ്റ്റർ പീസ് എന്ന ചിത്രത്തിലും ഗോകുൽ സുരേഷ് ഗോപിയും മമ്മൂട്ടിയും ഒരുമിച്ച് അഭിനയിച്ചിരുന്നു. ഡൊമിനിക്കിന് പ്രിയപ്പെട്ട അല്ലെങ്കിൽ ഏറ്റവും അടുത്ത ബന്ധമുള്ള ഒരു സ്ത്രീക്ക് ഹോസ്പിറ്റലിൽ നിന്ന് ഒരു പേഴ്സ് കളഞ്ഞു കിട്ടുന്നു. അത് ആരുടെ ആണെന്ന് അന്വേഷിക്കാൻ ഡൊമിനിക്കിനെ ഏൽപ്പിക്കുന്നു. സിനിമയുടെ ടൈറ്റിലിൽ പറഞ്ഞ ലേഡീസ് പേഴ്സിന് പിന്നിലുള്ള കഥയും ദുരൂഹതയും അവിടെ നിന്നാണ് തുടങ്ങുന്നത്. പിന്നീട് ഈ ലേഡീസ് പേഴ്സിനെ ചുറ്റിപ്പറ്റിയുള്ള ഇൻവെസ്റ്റിഗേഷൻ ആയിരിക്കും സിനിമ എന്നാണ് എനിക്ക് ട്രെയിലർ കണ്ടിട്ട് തോന്നിയത്. ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ ആയതുകൊണ്ട് തന്നെ ട്വിസ്റ്റുകളും ഒരുപാട് കാണും. മാട്രിമോണിയൽ വെരിഫിക്കേഷൻ, ലവ് അഫെയർ ഇൻവെസ്റ്റിഗേഷൻ, വെരിഫിക്കേഷൻ ഓഫ് ഇൻഷുറൻസ് ക്ലെയിംസ്, ഫ്രോഡ് ചീറ്റിംഗ് ഇൻവെസ്റ്റിഗേഷൻ, മിസ്സിംഗ് പേഴ്സൺ ഫൈൻഡിംഗ്, മിസ്സിംഗ് പ്രോപ്പർട്ടി ഫൈൻഡിംഗ്, എക്സെട്ര എക്സെട്ര എക്സെട്ര. ഇതാണ് ഡൊമിനിക് ഡിറ്റക്റ്റീവ് ഏജൻസിയുടെ സർവീസുകൾ. തനിക്ക് ടീസറിലും ട്രെയിലറിലും ഒക്കെ ഇത്ര ഇമ്പോർട്ടൻസ് തരുമെന്ന് കരുതിയിരുന്നില്ല. അതിന് മമ്മൂട്ടിയോടും മമ്മൂട്ടി കമ്പനിയോടും ഗോകുൽ സുരേഷ് ഗോപി നന്ദി പറഞ്ഞിരുന്നു. 2025-ലെ മമ്മൂട്ടിയുടെ ആദ്യ റിലീസാണ് ഈ ചിത്രം. ചിത്രം കാണാൻ തോന്നുന്ന രീതിയിലാണ് ട്രെയിലർ ഒരുക്കിയിരിക്കുന്നത്. ഗൗതം വാസുദേവ് മേനോനാണ് ചിത്രത്തിന്റെ സംവിധായകൻ. മമ്മൂട്ടി കമ്പനിയാണ് ചിത്രം നിർമ്മിക്കുന്നത്. നീരജ് രാജൻ, സൂരജ് രാജൻ, ഗൗതം വാസുദേവ് മേനോൻ എന്നിവർ ചേർന്നാണ് ചിത്രത്തിന്റെ തിരക്കഥ എഴുതിയിരിക്കുന്നത്. വിഷ്ണു ദേവാണ് ചിത്രത്തിന്റെ ഛായാഗ്രഹകൻ. വേഫെയർ ഫിലിംസ് ആണ് ചിത്രത്തിന്റെ വിതരണം. മമ്മൂട്ടി കമ്പനിയുടെ 6ാമത്തെ പ്രൊഡക്ഷനാണ് ഈ ചിത്രം. ലെന, സുസ്മിത ഭട്ട്, മീനാക്ഷി ഉണ്ണികൃഷ്ണൻ, വിനീത്, സിദ്ദിഖ്, വിജയ് ബാബു എന്നിവരാണ് ചിത്രത്തിലെ മറ്റ് താരങ്ങൾ. നന്ദി, നമസ്കാരം. നിങ്ങൾക്കും ആനന്ദ മീഡിയയുടെ പ്രേക്ഷകരിൽ ഒരാളാകണ്ടേ? യൂറോപ്പിലും US-ലും ആഫ്രിക്കയിലും അടക്കം പ്രവാസികൾ ഉള്ളയിടങ്ങളിലൊക്കെ ജനപ്രിയ ചാനലുമായി ആനന്ദ് മീഡിയ ഒപ്പമുണ്ട്. ഏഷ്യാനെറ്റ് ഫ്ലവേഴ്സ് അടക്കം നിങ്ങളുടെ വിരൽത്തുമ്പിലെത്തും. ആദ്യം റോക്കു ബോക്സ് സ്വന്തമാക്കുക. അതിൽ നിന്നും ആനന്ദ് മീഡിയ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക, ഇൻസ്റ്റാൾ ചെയ്യുക. എന്നിട്ട് 02085866511 എന്ന നമ്പറിൽ ഞങ്ങളുടെ കസ്റ്റമർ കെയറിൽ ബന്ധപ്പെടുക. അല്ലെങ്കിൽ +91 735 660 3747 എന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക. ആനന്ദ് മീഡിയയുടെ സേവനങ്ങൾ സ്വന്തമാക്കുക. മറ്റു ചാനലുകൾക്കൊപ്പം ആനന്ദ് TVയും എൻജോയ് ചെയ്യുക.